Hi everyone. Enlearn അക്കാഡമിയുടെ ക്വിക്ക് ലേൺ സീരീസിലെ പുതിയൊരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വീഡിയോ ആയിട്ടാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ഈ ഡിസ്കഷൻ വീഡിയോയ്ക്കായിട്ട് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് CSIRൻ്റെ തന്നെ മേജർ ഒരു ഏരിയ ആയ സെൽ ബയോളജിയും അതുപോലെ തന്നെ മെത്തേഡ്സ് ഇൻ ബയോളജിയും കൂടെ ക്ലബ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും. ഈ ക്വസ്റ്റ്യൻ എടുത്തിരിക്കുന്നത് CSIR 2023 ജൂൺ 1st ഷിഫ്റ്റിൽ നിന്നാണ്. ഈ ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യണമെങ്കിൽ സെൽ ബയോളജിയിലെ റാസ് മാപ്പ് കൈനേസും അതുപോലെ തന്നെ മെത്തേഡ്സ് ഇൻ ബയോളജിയിലെ വെസ്റ്റേൺ ബ്ലോട്ടിങ്ങും ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. അതിനായിട്ട് നമുക്ക് സെൽ ബയോളജിയിലെ റാസ് മാപ്പ് കൈനേസ് ആദ്യം ഒന്ന് ബ്രീഫായിട്ട് ഡിസ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അതിന് നമ്മുടെ സെല്ലുകളിൽ ഒന്നെങ്കിൽ സൈറ്റോകൈൻ റിസപ്റ്റേഴ്സ് അല്ലെങ്കിൽ റിസപ്റ്റർ ടൈറോസിൻ കൈനേസ്, അതായത് RTKകൾ വഴി ഉണ്ടാകുന്ന ഡൗൺ സ്ട്രീം സിഗ്നലുകൾ കണ്ടിന്യൂ ചെയ്ത് പോകുന്ന ഒരു മെക്കാനിസമാണ് ഈ റാസ് മാപ്പ് കൈനേസ് എന്ന് പറയുന്നത്. അതിൽ കുറേ മെക്കാനിസംസിൽ ഒരു മെക്കാനിസമാണ് റാസ് മാപ്പ് കൈനേസ്. ഈ റിസപ്റ്റേഴ്സ് വഴി റിസപ്റ്റേഴ്സ് ആക്റ്റീവായിട്ട് നമ്മുടെ സെൽ മെംബ്രെയിനിലോട്ട് ബൗണ്ടായിട്ടിരിക്കുന്ന ഒരു റാസ് പ്രോട്ടീനിനെ ആക്ടിവേറ്റ് ചെയ്യുന്നതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഈ റാസ് പ്രോട്ടീൻസ് എന്ന് പറയുന്നത് ആദ്യമേ ഇനാക്റ്റീവായിട്ട് GDP ബൗണ്ട് ഫോമിലായിരിക്കും ഇരിക്കുന്നത്. ഇങ്ങനെ ഈ RTKകൾ വഴി ആക്റ്റീവ് ആവുന്ന റാസുകൾ GDP ബൗണ്ടിൽ നിന്ന് മാറി GTP ബൗണ്ടിലോട്ട് കയറി അത് ആക്റ്റീവ് ആവുന്ന GTP ബൗണ്ടായിട്ടുള്ള റാസ് പ്രോട്ടീൻസുകളാകും. അങ്ങനെ ആക്റ്റീവ് ആയിട്ടുള്ള റാസ് പ്രോട്ടീൻസ് നമ്മുടെ സൈറ്റോപ്ലാസ്റ്റിലുള്ള റാഫ് പ്രോട്ടീൻസിനെ ആക്ടിവേറ്റ് ചെയ്യും. സൈറ്റോപ്ലാസ്റ്റിൽ ഇനാക്റ്റീവ് ആയിട്ടിരിക്കുന്ന റാഫ് പ്രോട്ടീൻസുകൾ എങ്ങനെയാണ് ഇനാക്റ്റീവ് ആകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സൈറ്റോപ്ലാസ്റ്റിനുള്ള 1433 പ്രോട്ടീൻസ് അവരുടെ റാഫുകളുടെ എൻ ടെർമിനൽ റെഗുലേറ്ററി ഡൊമൈൻസുമായിട്ട് ബൗണ്ട് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് റാഫുകൾ ഇനാക്റ്റീവ് ആയിട്ടിരിക്കുന്നത്. ഈ റാസുകൾ വന്ന് ആക്ടിവേറ്റുള്ള റാസുകൾ വന്ന് റാഫുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ഈ ഇൻഹിബിറ്ററി ഇൻട്രാക്ഷൻ ലൂസ് ചെയ്തിട്ട് റാഫുകൾ ആക്റ്റീവ് ആവും. ഈ റാഫുകൾ എന്ന് പറയുന്ന ഒരു സെറിൻ ത്രിയോണിൻ കൈനേസുകളാണ്. അതായത് ഈ റാഫുകൾ വേറൊരു പ്രോട്ടീൻസിനെ വന്ന് ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ അവരുടെ സെറിനോ അല്ലെങ്കിൽ ത്രിയോണിൻ അമിനോ ആസിഡ്സിലായിരിക്കും വന്ന് ഫോസ്ഫോറിലേഷൻ നടത്തുന്നത്. ഇങ്ങനെ ആക്റ്റീവ് ആയിട്ടുള്ള റാഫുകൾ പിന്നെ വന്ന് ആക്ടിവേറ്റ് ചെയ്യുന്നതാണ് മെക് പ്രോട്ടീൻസ്. ഈ മെക് പ്രോട്ടീൻസ് എന്ന് പറയുന്ന ഒരു ഡുവൽ സ്പെസിഫിസിറ്റി ഉള്ളൊരു പ്രോട്ടീനാണ്. അതായത് ഇവർ സെറിൻ ത്രിയോണിൻ കൈനേസുകളാണ്, അതിൻ്റെ കൂടെ തന്നെ ഇവർ ടൈറോസിൻ കൈനേസുകളാണ്. അതായത് പ്രോട്ടീൻസിലുള്ള ടൈറോസിൻസിൽ ഇവർ ഫോസ്ഫോറിലേഷൻ കൊടുക്കും. ആക്റ്റീവായിട്ടുള്ള റാഫുകൾ വന്ന് മെക്കിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. ഈ മെക്ക് ആക്റ്റീവായി കഴിഞ്ഞാൽ ആക്ടിവേറ്റ് ചെയ്യുന്നത് മാപ്പ് കൈനേസുകളായിരിക്കും, പ്രോട്ടീൻസുകളായ മാപ്പ് കൈനേസുകളായിരിക്കും. നമ്മൾ മാപ്പ് കൈനേസിനെ നമുക്ക് വേറൊരു പേര് പറയുന്നത് ERK എന്നും പറയാറുണ്ട്. ERK എന്ന് പറയുന്നത് സെയിം ആസ് ദാറ്റ് ഓഫ് മാപ്പ് കൈനേസ് ആയിരിക്കും. അപ്പോൾ ഈ മെക്കുകൾ വന്ന് മാപ്പ് കൈനേസിനെ ആക്ടിവേറ്റ് ചെയ്ത് ഇങ്ങനെ ആക്റ്റീവായിട്ടുള്ള മാപ്പ് കൈനേസ് ഇവർ ന്യൂക്ലിയസിലോട്ട് ട്രാൻസ്ലോക്കേറ്റ് ചെയ്യുകയും ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ് ആക്റ്റീവ് ആയാൽ പലതരത്തിലുള്ള ജീനുകളിൻ്റെ ട്രാൻസ്ക്രിപ്ഷൻ നടന്ന് പ്രോട്ടീൻസിനെ പ്രൊഡ്യൂസ് ചെയ്ത് അവിടെ എക്സ്പ്രഷൻ നടക്കുന്നതായിരിക്കും. അപ്പം അങ്ങനെയാണ് റാസ് മാപ്പ് കൈനേസ് നടക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നോക്കേണ്ടത് ഒരു ടെക്നിക്കായ മെത്തേഡ്സ് ഇൻ ബയോളജിയിലെ ഒരു ടെക്നിക്കായ വെസ്റ്റേൺ ബ്ലോട്ടിംഗ് ആണ്. നമുക്കിപ്പോൾ സെല്ലുകളിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്തിരിക്കുന്ന കുറേ മിക്സ്ചർ ഓഫ് പ്രോട്ടീൻസിനകത്തുനിന്ന് ഒരു സ്പെസിഫിക് പ്രോട്ടീൻ ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കണം. അതിനായിട്ട് നമുക്കിപ്പോൾ സെല്ലിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്ത കുറേ പ്രോട്ടീൻസുകൾ നമ്മൾ SDS പേജ് ചെയ്യും. SDS പേജ് എന്ന് പറയുമ്പോൾ ഒരു നെഗറ്റീവ് ചാർജൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ട് ചാർജിൻ്റെ ബേസിസിൽ സെപ്പറേഷൻ നടന്നിട്ട് സെപ്പറേഷൻ നടക്കുന്നത് മോളിക്കുലർ വെയിറ്റിൻ്റെ ബേസിസിലാണ്. നമ്മൾ സെപ്പറേഷൻ നടക്കുന്ന ആ ഒരു ജെല്ല് കൊടുക്കുന്നത് ഒരു ചാർജിൻ്റെ ഡിഫറൻസ് ആണ്. അപ്പോൾ ആ ചാർജിൻ്റെ ബേസിൽ മൂവ്മെൻറ്റ് നടന്നിട്ട് മോളിക്കുലർ വെയിറ്റിൻ്റെ ബേസിസിൽ സെപ്പറേഷൻ നടന്ന് അങ്ങനെ കിട്ടുന്ന ബാൻഡുകൾ നമ്മളൊരു മെംബ്രെയിനിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് ആ മെംബ്രെയിനിൽ നമ്മൾ പലതരത്തിലുള്ള ബ്ലോക്കിംഗ് ഓർഗാനിക് കോൺസ്റ്റുവൻസ് വെച്ചിട്ട് അപ്പോൾ നമ്മുടെ സ്പെസിഫിക് ആയിട്ടുള്ള പ്രോട്ടീൻസ്, അതായത് നമുക്കുള്ള പ്രോട്ടീൻസുകൾ മാത്രം ബ്ലോക്ക് ചെയ്യാതെ ബാക്കി എല്ലാ ഏരിയാസും ഈ ഓർഗാനിക് കോമ്പൗണ്ട്സ് വെച്ചിട്ട് ബ്ലോക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ആ മെംബ്രെയിനിലോട്ട് ഒരു ആൻറ്റിബോഡി നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. അതായത് നമുക്ക് വേണ്ട സ്പെസിഫിക് പ്രോട്ടീൻ്റെ ആൻറ്റിബോഡി
നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിട്ട് അപ്പോൾ ആ ആൻറ്റിബോഡീസ് വന്നിട്ട് നമ്മുടെ ആ സ്പെസിഫിക് പ്രോട്ടീൻസിലോട്ട് മാത്രം ബൈൻഡ് ചെയ്യുകയും അത് കഴിഞ്ഞിട്ട് ആ ആൻറ്റിബോഡീസിന് സ്പെസിഫിക് ആയിട്ടുള്ള സെക്കൻഡറി ആൻറ്റിബോഡീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ആ ആൻറ്റിബോഡീസ് ബൗണ്ടഡ് ആയിട്ടുള്ള ഏരിയസിൽ മാത്രം വന്ന് ഈ സെക്കൻഡറി ആൻറ്റിബോഡീസ് ബൗണ്ടായിട്ട് നിൽക്കുകയും അങ്ങനെ ഈ സെക്കൻഡറി ആൻറ്റിബോഡീസ് ഒരു വിഷ്വലൈസിങ് എഫക്റ്റ് കാണിക്കുകയും നമുക്ക് അവിടെ വിഷ്വലൈസ് ചെയ്യാനും പറ്റും. ഓക്കെ, എന്തെങ്കിലും ഒരു ഫ്ലൂറസെൻസ് ഒക്കെ ആയിരിക്കും ഇവർ കാണിക്കാറുള്ളത്. അപ്പോൾ അതാണ് വെസ്റ്റേൺ ബ്ലോട്ടിങ്ങിൻ്റെ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെക്കൻഡറി ആൻറ്റിബോഡീസ് ഒന്ന് ബൈൻഡ് ചെയ്യുമ്പോൾ അവർ ഫ്ലൂറസെൻസ് കാണിക്കാൻ നമുക്ക് അവിടെ ആ പ്രോട്ടീൻസ് ഉണ്ടെന്ന് വിഷ്വലൈസ് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് വെസ്റ്റേൺ ബ്ലോട്ടിങ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഈ റാസ് മാപ്പിൻ്റെയും വെസ്റ്റേൺ ബ്ലോട്ടിങ്ങിൻ്റെ ഒരു ബേസിക് എന്ന് പറയുന്നത്. നമുക്ക് ഈ ക്വസ്റ്റ്യനിലോട്ട് തിരിച്ചു വരികയാണെങ്കിൽ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ERK5 ഈസ് എ മാപ്പ് കൈനേസ് ദാറ്റ് ഈസ് ആക്ടിവേറ്റഡ് അപ്പോൺ ഫോസ്ഫോറിലേഷൻ ബൈ MEC5. അപ്പോൾ ഓക്കെ, MEC5 എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ ERK5നെ ഫോസ്ഫോറിലേറ്റ് ചെയ്ത് ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ MEC5 ബൈൻഡ്സ് വിത്ത് MEC2 വെൻ കോ എക്സ്പ്രസ്ഡ്. അപ്പോൾ MEC5ഉം MEC2ഉം കൂടെ ഒരുമിച്ചുണ്ടെങ്കിൽ അവർ കോ എക്സ്പ്രസ്ഡ് ആണെങ്കിൽ അവർ ഒരുമിച്ച് ബൈൻഡ് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ HEK293 സെൽസ്. HEK293 എന്ന് പറയുന്ന സെൽസ് ഒരു പ്ലാസ്മിഡിലുള്ള ERK5 ഉള്ളൊരു പ്ലാസ്മിഡ് ട്രാൻസ്ഫെക്റ്റ് ചെയ്തു. അതിൻ്റെ കൂടെ തന്നെ ഒരു 4 ടൈപ്പ് ഓഫ് ട്രാൻസ്ഫെക്ഷൻസ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ടൈപ്പ് ട്രാൻസ്ഫെക്ഷൻ എന്ന് പറയുന്നത് ആ സെല്ലിനെ പ്ലാസ്മിഡ് എൻകോഡ് ചെയ്യുമ്പോൾ MEC5 വെച്ച് മാത്രമാണ് ട്രാൻസ്ഫെക്റ്റ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തേനകത്ത് ഈ MEC5ൻ്റെ കൂടെ രണ്ടാമത്തേനകത്ത് MEC2 ആണ് ട്രാൻസ്ഫെക്റ്റ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് MEC5 ഇല്ലാതെ. മൂന്നാമത്തേൽ MEC5ഉം MEC2ഉം കൂടെ ട്രാൻസ്ഫെക്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നാലാമത്തേൽ MEC2ൻ്റെ കൂടെ നമ്മൾ ട്രാൻസ്ഫെക്റ്റ് ചെയ്തിരിക്കുന്നത് ഒരു MEC5AA എന്ന് പറയുന്ന ഒരു MEC5ൻ്റെ മ്യൂട്ടൻറ്റും കൂടാണ്. ഓക്കെ, MEC5AA എന്ന് പറയുന്ന MEC2ൻ്റെ മ്യൂട്ടൻറ്റ് അതും കൂടാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനത്തെയാണ് 4 കണ്ടീഷൻസ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം അങ്ങനത്തെ 4 കണ്ടീഷൻസിൽ ട്രാൻസ്ഫെക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന വെസ്റ്റേൺ ബ്ലോട്ടിങ്ങിൻ്റെ റിസൾട്ട്സ് ആണ് നമുക്ക് ഈ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ റിസൾട്ട്സ് വെച്ചിട്ട് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്ന് അനലൈസ് ചെയ്യണം. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കോമ്പിനേഷൻ ഓഫ് ഓൾ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ ഫുൾ ആക്ടിവേഷൻ ഓഫ് ERK5 റിക്വയർസ് ബോത്ത് MEKK2 ആൻഡ് MEK5. MEC2ഉം MEC5ഉം കൂടെ ഒരുമിച്ചുള്ളപ്പോൾ മാത്രമേ ERK5ൻ്റെ ഫുൾ ആക്ടിവേഷൻ നടക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഈ ബാൻഡിങ് നോക്കുമ്പോൾ ഇവിടെ ഫുൾ കംപ്ലീറ്റ് ആക്ടിവേഷൻ ഉള്ളൊരു തിക്ക് ബാൻഡായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് MEC2ഉം MEC5ഉം കൂടെ ഒരുമിച്ചുള്ളപ്പോൾ മാത്രമാണ്. ബാക്കി ഒരു കണ്ടീഷൻസിൽ നമുക്ക് തിക്ക് ബാൻഡ് ഫുള്ളി ആക്ടിവേറ്റഡ് നമുക്ക് കിട്ടാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ അത് കറക്റ്റാണ്. ഓക്കെ, അപ്പോൾ ഫുൾ ആക്ടിവേഷന് രണ്ടും വേണം, 2 പ്രോട്ടീൻസും വേണം. ഓക്കെ, സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ നോക്കുമ്പോൾ ഫോസ്ഫോറിലേഷൻ വിത്ത് MEC2 alone suggests that it can activate ERK5 without MEC5. ബട്ട് നമ്മളിപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഈ MEC2ൻ്റെ കേസാണ്, ഈ ഒരു കേസാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ MEC2 മാത്രം പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവിടെ ഇറ്റ് ക്യാൻ ആക്ടിവേറ്റ് ERK5 വിത്തൗട്ട് MEC5 എന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അവിടെ നമ്മളിപ്പോൾ കാണുന്നുണ്ട് ERK5 ഫോസ്ഫോറിലേറ്റഡ് ആയി ചെറിയൊരു ലൈറ്റ് ബാൻഡ് മാത്രമാണ് കാണിക്കുന്നത്. അവിടെ ഒരു ആക്ടിവേഷനായിട്ട് കംപ്ലീറ്റ് ആക്ടിവേഷനായിട്ട് അവിടെ നടക്കുന്നില്ല MEC2 മാത്രം പ്രൊവൈഡ് ചെയ്യുമ്പോൾ. ഓക്കെ, അവിടെ ചെറിയ ബാൻഡ് ലൈറ്റ് ബാൻഡായിട്ട് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അവിടെ ഫോസ്ഫോറിലേറ്റഡ് ERK5 ഉണ്ടാവുന്നുണ്ട് കുറച്ച്, ബട്ട് അത് കംപ്ലീറ്റ്ലി ആക്ടിവേറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ഇവിടെ ഇറ്റ് ക്യാൻ ആക്ടിവേറ്റ് ERK5 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഓക്കെ, പിന്നെ ഡിഫറൻസ് ഇൻ ദ ലെവൽസ് ഓഫ് ഫോസ്ഫോറിലേഷൻ വിത്ത് MEC2 alone ആൻഡ് MEC2 പ്ലസ് MEC5 ഈസ് ഡ്യൂ ടു മോർ ഫോസ്ഫോറിലേഷൻ ഇൻ ദ സെയിം സൈറ്റ്. അപ്പോൾ MEC2 alone കൊടുക്കുമ്പോഴും ഇത് രണ്ടും കൂടെ കൊടുക്കുന്നുള്ള കണ്ടീഷൻസിൽ ഈ ബാൻഡിങ് പാറ്റേൺ ഡിഫറൻസിന് കാരണം ഫോസ്ഫോറിലേഷൻ അറ്റ് ദ സെയിം സൈറ്റ് ആണെന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് പക്ഷേ ബട്ട് ഇതൊരു സെറിൻ ത്രിയോണിനാണോ അല്ലെങ്കിൽ ഒരു ടൈറോസിൻ കൈനേസ് ആണോ നമുക്ക് കംപ്ലീറ്റ്ലി ഈ MEC2 എന്ന് പറയുന്നത് അത് തന്നെയാണോ നമുക്ക് കംപ്ലീറ്റ്ലി ഷുവർ ആക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഡ്യൂ ടു ദ ഫോസ്ഫോറിലേഷൻ അറ്റ് സെയിം സൈറ്റ് ആണ് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിരിക്കും നമുക്കിവിടെ ശരിയാണെന്ന് പറയാൻ പറ്റുന്നത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് നമുക്കിപ്പോൾ ഒരു കൺഫ്യൂഷനായിട്ട് നിൽക്കുകയാണെങ്കിൽ
ഓക്കെ, ഡി സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഫോസ്ഫോറിലേഷൻ വിത്ത് ഓൺലി MEC2 ട്രാൻസ്ഫെക്ഷൻ സജസ്റ്റ് ദാറ്റ് ഇറ്റ് മൈറ്റ് ബി അസോസിയേറ്റഡ് വിത്ത് എൻഡോജീനസ് MEC5 ടു ഗെറ്റ് പാർഷ്യലി ആക്ടിവേറ്റഡ് ലീഡിംഗ് ടു ERK ഫോസ്ഫോറിലേഷൻ ടു സം എക്സ്റ്റെന്റ്. അപ്പോൾ നമുക്ക് വീണ്ടും ഈ ഒരു ബാൻഡിങ് പാറ്റേൺ അവർ പറയുന്നത്. അപ്പം അങ്ങനെ ഉള്ള കണ്ടീഷന് MEC2 മാത്രം കൊടുക്കുമ്പോൾ ERK5 ആയിട്ട് നമ്മുടെ സെല്ല് എൻഡോജീനസ് ആയിട്ടുള്ള MEC5 ആയിട്ട് ഇന്ററാക്ട് ചെയ്തിട്ട് ERK5യുടെ ഫോസ്ഫോറിലേഷൻ ടു സം എക്സ്റ്റെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇറ്റ്സ് മോർ ആക്യുറേറ്റ്. ആ സ്റ്റേറ്റ്മെന്റ് കുറച്ചും കൂടെ ആക്യുറേറ്റ് ആണ് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് പറയാം. പിന്നെ MEC5AA might be a dominant negative mutant of MEC5 which prevents signaling through active MEC5. അപ്പോൾ നമുക്ക് ഈ നാലാമത്തെ ബാൻഡിങ് ആണ് നോക്കുന്നത്. അവിടെ MEC5AA എന്ന് പറയുന്ന ഒരു മ്യൂട്ടന്റ് കൂടെ കൊടുക്കുമ്പോൾ അവർ ഡോമിനന്റ് നെഗറ്റീവ് മ്യൂട്ടന്റ് ഓഫ് MEC5. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു MEC5AA കൂടെ കൊടുക്കുമ്പോൾ ഈ നമ്മുടെ സെല്ലിലുള്ള എൻഡോജീനസ് ആയിട്ടുള്ള ERK5നെയും കൂടെ അവർ ഇൻഹിബിറ്റ് ചെയ്തിട്ട് അവിടെ MEC2ന്റെ പ്രീവിയസ് ആയിട്ടുണ്ടായിരുന്നുള്ളൊരു ഫോസ്ഫോറിലേഷൻ ആക്ടിവിറ്റിയും കൂടെ അത് പ്രിവെന്റ് ചെയ്തിട്ട് ERK5 സ്റ്റിൽ ഫോസ്ഫോറിലേറ്റഡ് ആവാതിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കറക്റ്റാണ്. MEC5AA എന്ന് പറയുന്ന ഒരു ഡോമിനന്റ് നെഗറ്റീവ് മ്യൂട്ടന്റ് ആണ്. കാരണം അവിടെ എൻഡോജീനസ് ആയിട്ട് ഉണ്ടായിരുന്ന ERK5ന്റെയും കൂടെ ഫോസ്ഫോറിലേഷൻസിനെ അവർ പ്രിവെന്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ സിഗ്നലിംഗ് ത്രൂ ആക്റ്റീവ് എൻഡോജീനസ് MEC5 അതും അവർ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് ADE എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 4 ആണ് ഇവിടുത്തെ ആൻസർ. അപ്പം അങ്ങനെയാണ് നമുക്ക് ഇവിടെ നമുക്ക് ഈ ആൻസർ സെലക്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഈ ഒരു സെയിം ഐഡിയോളജി വെച്ചിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2024 ജൂൺ 2nd ഷിഫ്റ്റിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം അതിനെന്ന് പറയുന്നത് ഇവർ പറഞ്ഞേക്കുന്നത് മൈറ്റോകോൺഡ്രിയ ഐസൊലേറ്റഡ് ഇസ് ട്രീറ്റഡ് വിത്ത് പ്രോട്ടീസ്. ആദ്യം ഒന്ന് പ്രോട്ടീസ് ആയിട്ട് ആഡ് ചെയ്തിട്ടൊരു കണ്ടീഷൻ. പിന്നെ രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ആദ്യം ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ വെച്ചിട്ട് ട്രീറ്റ് ചെയ്തിട്ട് പിന്നെ പ്രോട്ടീസ് വെച്ചിട്ട് ട്രീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ രണ്ട് കണ്ടീഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ദ റിയാക്ഷൻ വാസ് സ്റ്റോപ്ഡ് ആൻഡ് സാമ്പിൾസ് എ പ്രോബ് ഫോർ പ്രസൻസ് ഓഫ് MTG2, പോറിൻ, സൈറ്റോക്രോം C, KDH. അങ്ങനത്തെ 4 പ്രോട്ടീൻസിന്റെ പ്രസൻസ് ആണ് നമ്മൾ നോക്കിയിരിക്കുന്നത്. ആദ്യം പ്രോട്ടീസ് വെച്ച് ട്രീറ്റ് ചെയ്തു, പിന്നെ ഹൈപ്പർട്ടോണിക് സൊല്യൂഷനിൽ പ്ലേസ് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് പ്രോട്ടീസ് വെച്ച് ട്രീറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് ഈ പ്രോട്ടീൻസിന്റെ സ്പെസിഫിസിറ്റി എന്ന് എന്താ വെച്ചാൽ പോറിൻസ് പറയുന്ന പ്രോട്ടീൻസ് ഇവിടെ ഔട്ടർ മെംബ്രെയിനിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സൈറ്റോക്രോം C എന്ന് പറയുന്ന പ്രോട്ടീൻ ഇന്റർ മെംബ്രെയിൻ സ്പേസിലും KDH എന്ന് പറയുന്നത് മെട്രിക്സിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കണ്ടീഷൻസിൽ നമ്മൾ വെസ്റ്റേൺ ബ്ലോട്ട് അനാലിസിസ് ഇവിടെ ചെയ്യാണ്. ആദ്യം പ്രോട്ടീസ് വെച്ച് ട്രീറ്റ് ചെയ്തു, പിന്നെ അല്ലെങ്കിൽ രണ്ടാമത്തേത് ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻ ആദ്യം കീപ്പ് ചെയ്തിട്ട് പിന്നെ പ്രോട്ടീസ് വെച്ച് ട്രീറ്റ് ചെയ്തു. അപ്പോൾ ബേസ്ഡ് ഓൺ ദ ജെൽസ് അബവ് MTG2 ഇസ് ലോക്കലൈസ്ഡ്. അപ്പോൾ ഈ MTG2 എന്ന പ്രോട്ടീൻസിന്റെ ലൊക്കേഷനാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഓക്കെ, നമുക്കിപ്പോൾ ഈ ബാൻഡിങ് പാറ്റേൺ നോക്കുമ്പോൾ പ്രോട്ടീസ് ആദ്യം ട്രീറ്റ് ചെയ്തപ്പോഴും എത്ര സ്പെസിഫിക് ക്വാണ്ടിറ്റി ഓഫ് പ്രോട്ടീസ് യൂസ് ചെയ്തിട്ടും MTG2 സ്റ്റിൽ ഇൻടാക്റ്റ് ആയിട്ടിരിപ്പുണ്ട്. അതുപോലെ തന്നെ ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടും പ്രോട്ടീസ് ട്രീറ്റ് ചെയ്യുമ്പോൾ അവിടെ വീണ്ടും MTG2 സ്റ്റിൽ ഇൻടാക്റ്റ് ആയിട്ടിരിപ്പുണ്ട്. പക്ഷെ നമുക്ക് ബാക്കിയുള്ള പാറ്റേൺസ് നോക്കുമ്പോൾ സൈറ്റോക്രോം C ആണെങ്കിൽ ആദ്യം കുറച്ച് ഇൻടാക്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. ബട്ട് ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രോട്ടീസ് ട്രീറ്റ് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ഈ ബാൻഡിങ് പാറ്റേൺസ് അവിടെ കാണുന്നില്ല. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പോറിൻസിന്റെ കേസ് കൺസിഡർ ചെയ്യുമ്പോഴും ഇതുപോലെ തന്നെ അവര് ആദ്യമേ തന്നെ പ്രോട്ടീസ് യൂസ് ചെയ്യുമ്പോൾ അവിടെ ബാൻഡിങ് പാറ്റേൺസ് കാണുന്നില്ല. പിന്നെ രണ്ടാമത്തെ കേസിൽ അവിടെ ബാൻഡിങ് പാറ്റേൺസ് ആബ്സെന്റ് ആണ്. ബട്ട് നമ്മൾ KDHന്റെ കേസ് നോക്കുമ്പോൾ അവരാദ്യം പ്രോട്ടീസ് വെച്ച് ട്രീറ്റ് ചെയ്തപ്പോൾ അവിടെ ചെറിയ ബാൻഡിങ് പാറ്റേൺസ് ഉണ്ട്. അവർ അത് ചെറുതായിട്ട് മാത്രം ഫെയ്ഡായി പോവുകയാണ്. ബട്ട് നമ്മളപ്പോൾ പ്രോട്ടീസിന്റെ ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻ വെച്ചിട്ട് യൂസ് ചെയ്യുമ്പോഴും അവിടെ ഇതുപോലെ തന്നെ സ്റ്റിൽ ഇൻടാക്റ്റ് ആയിട്ട് നമുക്ക് KDHനെ കാണാം. ഓക്കെ, ഇവിടെ KDH വീണ്ടും കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളത് നോക്കുമ്പോൾ ഈ ഓൾമോസ്റ്റ് ഒരു സിമിലാരിറ്റി ഉള്ളത് ഈ KDHും MTG2 കൊണ്ട് മാത്രമാണ്. അപ്പോൾ ഈ KDH എന്ന് പറയുന്ന മെട്രിക്സിലാണ് ഇരിക്കുന്നത്, അതുപോലെ തന്നെ ആയിരിക്കണം അപ്പോൾ MTG2 ഇരിക്കുന്നത്. കാരണം ഈ പ്രോട്ടീസുകൾക്ക് മെട്രിക്സിനകത്തോട്ട് കടക്കാൻ പറ്റാതെ ആ MTG2വിനെ നമുക്ക് അവിടെ ഡീഗ്രഡേഷൻ നടക്കുന്നില്ല. അതുകൊണ്ടാണ് MTG2 സ്റ്റിൽ ഇൻടാക്റ്റ് ആയിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ KDH ഇൻടാക്റ്റ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ KDH മെട്രിക്സിനകത്ത് ഇരിക്കുന്നതുകൊണ്ട് ഈ MTG2വിന്റെ ലോക്കലൈസേഷനും മെട്രിക്സിനകത്തായിരിക്കും. അതുകൊണ്ട് അപ്പോൾ ഈ ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻ യൂസ് ചെയ്തിട്ടും അവിടെ ഡീഗ്രഡേഷൻ നടക്കുന്നില്ല. അപ്പോൾ അത് KDHനെ പോലെ തന്നെ മെട്രിക്സിൽ ഇരിക്കുന്നതുകൊണ്ടാണ് ഫുൾ ഡീഗ്രഡേഷൻ അവിടെ നടക്കാത്തത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മളൊരു വെസ്റ്റേൺ ബ്ലോട്ട്
ബാൻഡിങ് പാറ്റേൺസ് നമ്മൾ അനലൈസ് ചെയ്തിട്ട് റിസൾട്ട് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 3 ആയിരിക്കും. ഓക്കെ, ഇവിടെ 3 ആയിരിക്കും ആൻസർ. ഓക്കെ, താങ്ക് യു.